ആര് തിരുത്തും? മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് ഇവിടെ മാറേണ്ടത്? ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ടെങ്കിൽ ആടി ഉലയുന്ന കപ്പലിലെ കപ്പിത്താനെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ജനങ്ങളോട് മറുപടി പറയും? ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ പറയുന്നതും. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് കാര്യങ്ങൾ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടാകുമ്പോൾ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനി ജില്ലാ കമ്മിറ്റികളിലെ ചർച്ചകൾക്ക് ശേഷം അതിനെ മറ്റു തരത്തിലെടുത്താൽ നന്ന് അതുണ്ടാകുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവുന്നുമില്ല. എന്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ജില്ലാ കമ്മിറ്റികളിൽ തുറന്നു പറയുവാനായിട്ട് വിരലിലെണ്ണാവുന്ന അംഗങ്ങളെങ്കിലും തയ്യാറാകുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ, ആ സംസാരങ്ങൾ വെളിയിലേക്ക് വരുന്നുമുണ്ട്. അത് തന്നെ നല്ല കാര്യം. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ. മഞ്ജുഷ, കേരളത്തില് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPI-യും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പരാജയപ്പെട്ടാലും ജയിച്ചാലും ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട്. സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് വരാറുള്ളത്. ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു വിലയിരുത്തലുണ്ടാവും. അതിനുശേഷം അത് സംസ്ഥാന സമിതിയിൽ വെക്കും. തുടർന്ന് ജില്ലാ കമ്മിറ്റികളിലേക്ക് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിവ്യൂ ഉണ്ടാവും. തുടർന്ന് ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലേക്കും ബ്രാഞ്ച് തലം വരെ ഇത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും സംസ്ഥാന സമിതി കൂടി ആണ് ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിവ്യൂ. അത് പരാജയപ്പെട്ടാലും ജയിച്ചാലും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ CPM സംസ്ഥാന സമിതി കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റികളിലേക്ക് ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നടന്നു വരുമ്പോൾ നാളിതുവരെ വലതുപക്ഷ മാധ്യമങ്ങൾ ആകമാനം കൊട്ടിഘോഷിച്ചിരുന്നത് വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, നിങ്ങളിപ്പോ പറയുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അങ്ങനെ വിമർശനത്തിന് അതീതനായി നിൽക്കുന്നു, കാരണഭൂതനായി നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിമർശിച്ചു കൊണ്ടിരുന്നിടത്ത് ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന സമിതികളിൽ നിന്നും ഇങ്ങനെ വിമർശനത്തിന്റെ പൂരമ്പുകൾ സംസ്ഥാന സർക്കാരിലേക്കും പാർട്ടിയിലേക്കും ചെല്ലുന്നു. അത് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തിരുത്തൽ പ്രക്രിയയാണ്. CPI-നെ സംബന്ധിച്ചിടത്തോളം CPI-ന്റെ താഴെത്തട്ടിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ മുതൽ പാർട്ടിയുടെ PB അംഗങ്ങൾക്ക് വരെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്തിരിക്കുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം കേരളത്തിൽ ഇടതുപക്ഷം ഇന്ത്യക്ക് ബദലായി അല്ല കേരളത്തിലെ ജനങ്ങൾ കണ്ടത്, മറിച്ച് അത് UDF-നെ കോൺഗ്രസിനെ സഹായിക്കുക എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന്. രണ്ട്, സംസ്ഥാന ഭരണത്തിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ കുറഞ്ഞതുമൂലം, ജനക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാതിരുന്നത് മൂലം അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവും അവജ്ഞയോടുകൂടി ജനങ്ങൾ കണ്ടു എന്നുള്ളത് പാർട്ടിയുടെ നേതാക്കന്മാർ, അത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴെത്തട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകൾ ഏതൊക്കെ ഘട്ടത്തിൽ ഗർവവും ധാർഷ്ട്യത്തോടും കൂടി ജനങ്ങളെ സമീപിച്ചിട്ടുണ്ടോ അത് CPM നേതാക്കന്മാരെ അവജ്ഞയോടെ പാർട്ടിയെയും ഗവൺമെന്റിനെയും കാണുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതുമൂലം CPM-ന് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് വഴുതി മാറുന്നു. കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള പ്രതീക്ഷിച്ച സമുദായങ്ങളിൽ നിന്ന് വോട്ട് ലഭിക്കുന്നതിന് പകരം, പിന്നോക്ക മുസ്ലിം സമുദായങ്ങളിൽ വോട്ട് ലഭിക്കുന്നതിന് പകരം അതും UDF-നെ അവർ സഹായിച്ചു. മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രബലമായ CPM-ന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന പ്രബല സമുദായമായിട്ടുള്ള ഈഴവാദി സമുദായങ്ങളിൽ നിന്ന് CPM-ന്റെ വോട്ടുകൾ ചോർന്നുപോയിരിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് CPM വിമർശനത്തിന് അതീതനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. ഞാനും തുറന്നു സമ്മതിക്കാം, കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ CPM-നുള്ളിൽ ഇങ്ങനെ സംവാദത്തിന്റെ ഇടം വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള ഇതിൽ നിന്ന് മാറി, അതായത് ഇനി സഹിച്ചു നിന്നാൽ പറ്റുകയില്ല എന്നുള്ള ബോധ്യം ചില സഖാക്കൾക്കെങ്കിലും ഉണ്ടായി, അത്ര മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല. ഏത് സമയവും വന്നേക്കാം, അതല്ലാതെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വിമർശനത്തിന് അതീതനല്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ പരിഹാസ രൂപേണയാണെങ്കിലും അഭിജിത്ത് ഒരു കാര്യം പറയുകയുണ്ടായി, അങ്ങനെ വിമർശകർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. ഹസ്ഗർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ എല്ലാ കാലത്തും വിമർശനത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. സഖാവ് EMS-ഉം സഖാവ് EK നയനാരും സഖാവ് VS അച്യുതാനന്ദനും അങ്ങനെ വിമർശനത്തിന്റെ കൂരമ്പുകളേറ്റ് തളർന്നിട്ടുള്ള നേതാക്കന്മാരാണ്. അവർ അതിൽ നിന്ന് തങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റുകളും പിശകുകളും തിരുത്തി മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമാണ്. സഖാവ് പിണറായി വിജയനും അങ്ങനെ വിമർശനത്തിന് അതീതനൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും അവർ വിമർശനത്തിന് അതീതരല്ല. തങ്ങൾക്ക് സ്വയം പറ്റിയിട്ടുള്ള തെറ്റുകൾ സ്വയം വിമർശനപരമായി ഞങ്ങളുടെ കമ്മിറ്റികളിൽ
പറഞ്ഞുകൊണ്ട് ആ കുറ്റസമ്മതത്തോടു കൂടിയാണ് ഞങ്ങളുടെ ചർച്ചകൾ പോകാറുള്ളത്. അപ്പോ സഖാവ് പിണറായി വിജയനും അത്തരത്തിൽ ആ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിനുടമയാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോ അദ്ദേഹം ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ പ്രവർത്തിച്ചു, പൊതുജനങ്ങൾക്കൊപ്പം നിന്ന് വളർന്നു വന്ന നേതാവ്. അല്ലാതെ ഒരു ദിവസം രാവിലെ ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടിട്ടുള്ള നേതാവൊന്നുമല്ല സഖാവ് പിണറായി വിജയൻ. താഴെത്തട്ടിൽ, വളരെ ചെറുപ്പത്തിൽ താഴെത്തട്ടിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങി ഒടുവിൽ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അമ്പേ ഈ 2019 അമ്പേ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഇടതുപക്ഷത്തെ 2021 99 എന്ന ഉജ്ജ്വല നമ്പറിലൂടെ വിജയം കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ പറയുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ കമ്മിറ്റികളിൽ പറയാറ്, സംസ്ഥാനത്തും ജില്ലാ കമ്മിറ്റികളിലും അത് അങ്ങനെ വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടു തന്നെ സഖാവ് പിണറായി വിജയൻ തിരുത്തും. നിങ്ങൾ കരുതുന്നത് പോലെ തിരുത്താനാവാത്ത കാഠിന്യ ഹൃദയമുള്ള മനുഷ്യനൊന്നുമല്ല സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ വരുന്ന 2026 തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കൂ. ഇടതുപക്ഷത്തിന് ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള വിജയം വരുത്തുന്നതിന് ഈ മുന്നണിക്കും അതുപോലെ CPM-നും കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്. ഈ വിമർശനങ്ങൾ ഇന്ന് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കേട്ടു തുടങ്ങുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ശരി.